നമസ്കാരം, എല്ലാവർക്കും ബയോ അബൌട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 8ാമത്തെ ചാപ്റ്റർ ആയ ജീവൻ പിന്നിട്ട വഴികൾ എന്ന ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കെല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന സംശയമാണ് എങ്ങനെയാണ് ഭൂമി ഉൾപ്പെടെ ഈ ഗ്രഹങ്ങളെല്ലാം രൂപപ്പെട്ടത് എന്ന്. അതുപോലെ തന്നെ ഭൂമിയിൽ മാത്രം എന്തുകൊണ്ടാണ് ജീവൻ കാണപ്പെടുന്നത്, എങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത്, ഇങ്ങനെയുള്ള സംശയങ്ങളെല്ലാം. ഏകദേശം 4500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങളും പരികൽപ്പനകളും ഒക്കെ പല ശാസ്ത്രജ്ഞന്മാരും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതില് കൂടുതൽ അറിയപ്പെടുന്ന കുറച്ചുകൂടി പ്രബലമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാൻസ്പെർമിയ പരികൽപ്പന, ഇതും സജീവമായി ചർച്ച ചെയ്തിട്ടുള്ള മറ്റൊരു തിയറി അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ആണ്, പരികൽപ്പനയാണ്. അതായത് ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് പല ശാസ്ത്രജ്ഞന്മാരും പല രീതിയിലും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് രാസപരിണാമ സിദ്ധാന്തവും പാൻസ്പെർമിയ പരികൽപ്പനയും. നമുക്ക് പാൻസ്പെർമിയ പരികൽപ്പന എന്താണ് എന്നുള്ളത് നോക്കാം. ഈ പാൻസ്പെർമിയ ഹൈപ്പോത്തിസിസ് പ്രകാരം, പരികൽപ്പന പ്രകാരം പ്രപഞ്ചത്തിലെ മറ്റേതോ ഗോളത്തിൽ ഉണ്ടായിട്ടുള്ള ജീവൻ ഭൂമിയിലേക്ക് ആകസ്മികമായി എത്തപ്പെട്ടതാണ് എന്നാണ്. പ്രപഞ്ചത്തിൽ മറ്റേതോ ഗോളത്തിൽ ജീവൻ ഉത്ഭവിച്ചു, അത് ആകസ്മികമായി ഭൂമിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പാൻസ്പെർമിയ പരികൽപ്പനയിൽ പറയുന്നത്. ഭൂമിയിൽ ഉൽക്കകൾ വന്ന് പതിക്കാറുണ്ട് അല്ലെ, അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് പതിച്ചിട്ടുള്ള ഉൽക്കകളിൽ ജൈവ വസ്തുക്കൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിൽ ജൈവ വസ്തുക്കൾ കണ്ടുപിടിച്ചതിനെ കൂട്ടുപിടിച്ചാണ് ഈ പാൻസ്പെർമിയ പരികൽപ്പന നിലനിൽക്കുന്നത്. അതായത് ഇപ്പോ ഈ ജൈവ വസ്തുക്കൾ ഉൽക്കകളിലൂടെ ഭൂമിയിലേക്ക് എത്തിയതുപോലെ ജീവനും മറ്റെവിടെ നിന്നോ, പ്രപഞ്ചത്തിലെ മറ്റേതോ ഗോളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തിയതാണ് എന്നാണ് പാൻസ്പെർമിയ പരികൽപ്പനയിൽ പറയുന്നത്. ഇനി എന്താണ് രാസപരിണാമ സിദ്ധാന്തം എന്നുള്ളത് നോക്കാം. ഈ രാസപരിണാമ സിദ്ധാന്തമാണ് കുറച്ചുകൂടി എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ രാസപരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത് ഒരുപാട് രാസമാറ്റങ്ങളുടെ ഫലമായാണ് ജീവൻ ഭൂമിയിൽ ഉണ്ടായത് എന്നാണ്. ആദിമ ഭൂമി ഇപ്പോൾ നമ്മളുടെ ഭൂമി എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ആയിരുന്നില്ല. അന്നത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അന്നത്തെ ആ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രജലത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലമായാണ് ജീവൻ ഉത്ഭവിച്ചത് എന്നാണ് രാസപരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത്. ആദിമ ഭൂമിയിലെ അന്നത്തെ ആ സാഹചര്യത്തിൽ അവിടെ സമുദ്രങ്ങൾ ഉണ്ടായിരുന്നു. ആ സമുദ്രജലത്തിലെ വ്യത്യസ്ത രാസവസ്തുക്കൾക്ക് മാറ്റം സംഭവിച്ചാണ് ജീവൻ ഉത്ഭവിച്ചത് എന്നാണ് രാസപരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത്. ഈ ഒരു കാര്യം പരീക്ഷണത്തിലൂടെ തെളിയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്വീകാര്യത നേടിയ സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. റഷ്യൻ ശാസ്ത്രജ്ഞനായ AI ഒപ്പാരിനും ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ JBS ഹാൽഡേനുമാണ് ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞേതാക്കൾ. ഒപ്പാരിനും ഹാൽഡേനും, ഈ രണ്ട് വ്യക്തികളാണ്, ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞേതാക്കൾ. ഇന്നത്തേത് പോലെയുള്ള സവിശേഷ സാഹചര്യങ്ങളല്ല ആദിമ ഭൂമിയിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ സ്വതന്ത്ര ഓക്സിജൻ കാണപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആദിമ ഭൂമിയിൽ സ്വതന്ത്ര ഓക്സിജൻ ഇല്ല അല്ലെ. ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, അമോണിയ, നീരാവി, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ വാതകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ സ്വതന്ത്ര ഓക്സിജൻ എവിടെ കാണപ്പെട്ടിരുന്നില്ല? ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണപ്പെട്ടിരുന്നില്ല. അവിടെ ഊർജം ലഭ്യമായത് ഇടിമിന്നലിൽ നിന്നും സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്നും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്, ആദിമ ഭൂമിയിലെ ഊർജ സ്രോതസ്സുകൾ എന്തൊക്കെയായിരുന്നു? ഇടിമിന്നൽ,
അൾട്രാ വയലറ്റ് വികിരണങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ്? സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് വികിരണങ്ങൾ. പിന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഇതെല്ലാമായിരുന്നു ഊർജ സ്രോതസ്സുകൾ. അപ്പൊ നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിൽ നീരാവി ഉണ്ടായിരുന്നു എന്ന് അല്ലെ. ഈ അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ഒരുപാട് കാലം മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുകയാണ്. ആദിമ ഭൂമിയിൽ ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിന്ന മഴയുണ്ടാവുന്നു. ഇങ്ങനെ ഒരുപാട് കാലത്തേക്ക് മഴ ഉണ്ടാവുന്ന സമയത്ത് അവിടെ എന്ത് രൂപപ്പെട്ടു? സമുദ്രങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ നീണ്ടു നിന്ന മഴയോടുകൂടി അവിടെ സമുദ്രങ്ങൾ രൂപപ്പെടുകയാണ് ഉണ്ടായത്. ഇനി ഈ സമുദ്രത്തിലെ ആ ജലത്തിൽ അടങ്ങിയിട്ടുള്ള ഈ രാസവസ്തുക്കൾക്കൊക്കെ ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അജൈവ ഘടകങ്ങളിൽ നിന്നെല്ലാം ലഘുജൈവ കണികകളായിട്ടുള്ള അമിനോ ആസിഡുകളും മോണോസാക്രൈഡുകൾ, നൈട്രജൻ ബേസുകൾ, ഫാറ്റി ആസിഡുകൾ തുടങ്ങിയവയൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ സമുദ്രത്തിലെ ജലത്തിൽ അമിനോ ആസിഡുകളും മോണോസാക്രൈഡുകളും നൈട്രജൻ ബേസുകളും ഫാറ്റി ആസിഡുകളും ഒക്കെ ഉണ്ടാവുന്നു. ഇവയെല്ലാം എന്താണ്? ജൈവ തന്മാത്രകളാണ് അല്ലെ. ജൈവ കണികകളാണ്, ലഘുജൈവ കണികകളാണ് ഉണ്ടാവുന്നത്. അതിനുശേഷം ഇവയിൽ നിന്നും സങ്കീർണ ജൈവ കണികകൾ രൂപപ്പെടുന്നു. പ്രോട്ടീൻ, പോളിസാക്കറൈഡ്, ന്യൂക്ലിയോടൈഡുകൾ, കൊഴുപ്പുകൾ തുടങ്ങിയ സങ്കീർണ ജൈവ കണികകൾ ഈ ലഘു ജൈവ കണികകളിൽ നിന്നും രൂപപ്പെടുന്നു. ഇപ്പൊ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് പ്രോട്ടീൻ ആയി മാറുന്നു, മോണോസാക്രൈഡുകൾ കൂടിച്ചേർന്ന് പോളിസാക്രൈഡ് ആയി മാറുന്നു. അപ്പോൾ അങ്ങനെ ലഘുജൈവ കണികകളിൽ നിന്നും സങ്കീർണ ജൈവ കണികകൾ ഉണ്ടാവുന്നു. പിന്നീട് ഈ ലഘു ജൈവ കണികകളും സങ്കീർണ ജൈവ കണികകളും കൂടിച്ചേർന്ന് ന്യൂക്ലിക് ആസിഡുകളും കൊഴുപ്പ് ആവരണവും ഒക്കെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിക് ആസിഡുകളും കൊഴുപ്പ് ആവരണങ്ങളും ഒക്കെ പിന്നീട് ഉണ്ടാവുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആയിട്ട് ന്യൂക്ലിയസിൽ അകത്ത് ന്യൂക്ലിക് ആസിഡുകൾ കാണുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇത് ആദിമ കോശമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഇപ്പോഴുള്ള കോശങ്ങളിൽ കാണപ്പെടുന്ന പോലെയുള്ള ഘടനകളൊന്നും ഉണ്ടായിരുന്നില്ല. ന്യൂക്ലിക് ആസിഡും അതിനു ചുറ്റും ഒരു കൊഴുപ്പാവരണവും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആദിമ കോശം രൂപപ്പെടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആദിമ കോശം ഉണ്ടായതെന്ന് മനസ്സിലായില്ലേ? ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, അമോണിയ, നീരാവി, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ വാതകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ എന്തുണ്ടായിരുന്നില്ല? സ്വതന്ത്ര ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. ഓക്സിജൻ അങ്ങനെ സ്വതന്ത്രമായി കാണപ്പെട്ടിരുന്നില്ല. ഈ അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ഒരുപാട് കാലം മഴ പെയ്യുന്നു. അതിന്റെ ഫലമായി അവിടെ എന്ത് രൂപപ്പെടുന്നു? സമുദ്രങ്ങൾ രൂപപ്പെടുന്നു. ഈ സമുദ്രങ്ങളിലെ ജലത്തിൽ വെച്ച് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ്, രാസ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ലഘുജൈവ കണികകളായിട്ടുള്ള അമിനോ ആസിഡുകളും മോണോസാക്രൈഡുകളും നൈട്രജൻ ബേസുകളും ഒക്കെ രൂപപ്പെടുന്നു. പിന്നീട് ഈ ലഘുജൈവ കണികകളിൽ നിന്നും സങ്കീർണ ജൈവ കണികകൾ ഉണ്ടാവുന്നു. പിന്നെ ഈ ലഘുജൈവ കണികകളും സങ്കീർണ ജൈവ കണികകളും കൂടിച്ചേർന്ന് ന്യൂക്ലിക് ആസിഡുകളും കൊഴുപ്പ് ആവരണവും ഒക്കെ രൂപപ്പെടുന്നു. അതിൽ നിന്നും ആദിമ കോശം ഉണ്ടായി. അപ്പോൾ ഭൂമിയിൽ ജീവൻ എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്നതിനെ രാസപരിണാമ സിദ്ധാന്തത്തില് ഇങ്ങനെയാണ് പറയുന്നത്. നമുക്കിനി സൂചകങ്ങൾ നോക്കാം. ആദിമ ഭൂമിയുടെ അന്തരീക്ഷം സവിശേഷതകൾ. എന്തൊക്കെയായിരുന്നു ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിലെ സവിശേഷതകൾ? ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സ്വതന്ത്ര ഓക്സിജൻ ഇല്ലായിരുന്നു അല്ലെ. അതുപോലെ തന്നെ അവിടെ ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, അമോണിയ, നീരാവി, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ വാതകങ്ങൾ ഉണ്ടായിരുന്നു. ഊർജ സ്രോതസ്സുകൾ, അന്നത്തെ കാലത്തെ ആ സമയത്തുള്ള ഊർജ സ്രോതസ്സുകൾ എന്തൊക്കെയായിരുന്നു? ഇടിമിന്നൽ, അൾട്രാ വയലറ്റ് വികിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. സമുദ്രത്തിന്റെ രൂപപ്പെടൽ. എങ്ങനെയാണ് സമുദ്രം രൂപപ്പെട്ടത്? അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ഏറെ കാലം മഴ പെയ്തു അല്ലെ, നീണ്ടു നിന്ന മഴയുണ്ടായി. അങ്ങനെയാണ് സമുദ്രങ്ങൾ രൂപപ്പെട്ടത്. ജീവകോശത്തിന്റെ ഉൽപ്പത്തിയിലേക്ക് നയിച്ച രാസപ്രവർത്തനങ്ങൾ. അജൈവിക പദാർത്ഥങ്ങളിൽ നിന്നും ലളിതമായ ജൈവ തന്മാത്രകൾ രൂപം കൊള്ളുന്നു. ലഘു ജൈവ തന്മാത്രകൾ സംയോജിച്ച് സങ്കീർണമായ ജൈവ തന്മാത്രകൾ രൂപം കൊള്ളുന്നു. ലഘു തന്മാത്രകളും സങ്കീർണ ജൈവ തന്മാത്രകളും കൂടിച്ചേർന്ന് ന്യൂക്ലിക് ആസിഡുകളും കൊഴുപ്പ് ആവരണവും രൂപപ്പെട്ടു. അതിനുശേഷം അതിൽ നിന്നും ആദിമ കോശം ഉണ്ടായി. ഈ രാസപരിണാമ സിദ്ധാന്തത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഭൂമിയിലെ
അന്നത്തെ ആ ആദിമ ഭൂമിയിലെ അന്നത്തെ സാഹചര്യത്തില് ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ആദിമ കോശം രൂപപ്പെട്ടു എന്നാണ് അല്ലെ. അപ്പോ യൂറേ അതുപോലെ തന്നെ മില്ലർ, സ്റ്റാൻലി മില്ലർ, ഹരോൾഡ് യൂറേ, ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാര് അന്നത്തെ ആ സാഹചര്യത്തെ ലബോറട്ടറിയിൽ റീക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഉള്ള സാഹചര്യം കൊടുത്ത് ഈ പരീക്ഷണങ്ങൾ അവരുടെ പരീക്ഷണശാലയില് അവര് രൂപപ്പെടുത്തിയെടുത്തു. ആ പരീക്ഷണം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ ഈ ഒരു പരീക്ഷണത്തിനായി അവര് ഇത്തരത്തിലുള്ള ഒരു സജ്ജീകരണമാണ് തയ്യാറാക്കിയത്. ഈ ഗ്ലാസ് ഫ്ലാസ്കില് അന്നത്തെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത് പോലെ മീഥേൻ, അമോണിയ, നീരാവി തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തുന്നു. അതിനുശേഷം ഊർജത്തിനായി വൈദ്യുതോർജ്ജമാണ് നൽകുന്നത്. ഈ നീരാവി ഇവിടെ നിന്നാണ് വരുന്നത്. ഈ ജലം ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നീരാവി ഇതിലൂടെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മീഥേനും അമോണിയയും ഒക്കെ നൽകിയിട്ടുണ്ട്. ഊർജത്തിനായി ഇവിടെ വൈദ്യുതോർജ്ജം നൽകുന്നു. അന്ന കാലത്ത് ഇടിമിന്നലായിരുന്നു അല്ലെ. അപ്പോൾ ആ ഇടിമിന്നലിന് പകരമായാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ വൈദ്യുതോർജ്ജം നൽകുന്നത്. അപ്പൊ ഈ വൈദ്യുതോർജ്ജത്തിന്റെ സാന്നിധ്യത്തില് ഈ വാതകങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ. അതിനുശേഷം ഈ വാതകങ്ങളുടെ മിശ്രിതം നമ്മൾ ഈ കണ്ടൻസറിലൂടെ കടത്തിവിടുന്നു. ഈ കണ്ടൻസറിലൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ അവ തണുക്കുന്നുണ്ട്. തണുത്ത ദ്രാവക രൂപത്തിലേക്ക് മാറും. അപ്പോ ആ ദ്രാവകം നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? അവയെ പരീക്ഷിക്കുന്നു. ആ ദ്രാവകത്തിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കുമ്പോൾ നമുക്ക് അമിനോ ആസിഡുകളുടെ സാന്നിധ്യം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യൂറേ, മില്ലർ ഇവർ രണ്ടുപേരും അവരുടെ പരീക്ഷണത്തിനായി ഇങ്ങനെ ഒരു സംവിധാനം തയ്യാറാക്കി. എന്നിട്ട് ഈ ഗ്ലാസ് ഫ്ലാസ്കില് മീഥേനും അമോണിയയും നീരാവിയും ഒക്കെ എടുത്തു അല്ലെ. ഊർജത്തിനായി എന്ത് നൽകി? വൈദ്യുതോർജ്ജമാണ് നൽകിയത്. വൈദ്യുതോർജ്ജം നൽകി ഈ ഊർജത്തിന്റെ സാന്നിധ്യത്തിൽ ഇവ തമ്മിൽ പ്രവർത്തിക്കുന്നു. ഈ വാതകങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുന്നു. എന്നിട്ട് ഈ വാതകത്തിന്റെ മിശ്രിതത്തെ നമ്മൾ ഈ കണ്ടൻസറിലൂടെ കടത്തിവിടുന്നു. ഈ ലഭിക്കുന്ന ദ്രാവകത്തിൽ, കണ്ടൻസറിലൂടെ കടത്തിവിട്ട് പുറത്തേക്ക് വരുന്ന ദ്രാവകത്തില് നമുക്ക് അമിനോ ആസിഡുകൾ അവക്ഷിപ്തപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഇവിടെ ജൈവ കണികകളായിട്ടുള്ള അമിനോ ആസിഡുകൾ രൂപപ്പെട്ടു അല്ലെ. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കണം ആദിമ ഭൂമിയിലും പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് യൂറേ, മില്ലർ പരീക്ഷണത്തിലൂടെ തെളിയിക്കുകയാണ് ഉണ്ടായത്. അപ്പോ യൂറേ, മില്ലർ പരീക്ഷണത്തിലൂടെ അവരെന്താണ് ചെയ്തത്? ആദിമ ഭൂമിയിൽ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യം റീക്രിയേറ്റ് ചെയ്തു അല്ലെ, വീണ്ടും രൂപപ്പെടുത്തി എടുത്തു. അപ്പോൾ ഇവിടെ ഗ്ലാസ് ഫ്ലാസ്കില് വാതക മിശ്രിതം എടുക്കുന്നു. അതില് നമ്മള് ഇടിമിന്നലിന് പകരം വൈദ്യുതോർജ്ജം നൽകുന്നു അല്ലെ. ഉന്നത വോൾട്ടേജിൽ വൈദ്യുതി കടത്തിവിടുന്നു. അപ്പോൾ ഇവ തമ്മിൽ, ഈ വാതകങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. എന്നിട്ട് ഈ വാതക മിശ്രിതത്തെ നമ്മൾ ഒരു കണ്ടൻസറിന്റെ സഹായത്തോടു കൂടി തണുപ്പിക്കുന്നു. അപ്പൊ അവ ദ്രാവക രൂപത്തിലേക്കായി മാറും. എന്നിട്ട് നമ്മൾ ആ ദ്രാവകത്തിൽ അവക്ഷിപ്തമായി കിടക്കുന്ന ഭാഗത്തെ എടുത്ത്, അവക്ഷിപ്ത പദാർത്ഥങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ജൈവ കണങ്ങളായിട്ടുള്ള അമിനോ ആസിഡുകൾ നമുക്ക് അതിൽ നിന്നും കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പിന്നീട് പല ശാസ്ത്രജ്ഞന്മാരും ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നടത്തി പല ജൈവ സംയുക്തങ്ങളും ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പല ജൈവ സംയുക്തങ്ങളും ഇങ്ങനെ രൂപപ്പെട്ടതായിരിക്കാം എന്ന് ഈ പരീക്ഷണങ്ങളിലൂടെയൊക്കെ തെളിയിക്കപ്പെടുകയാണ് ഉണ്ടായത് അല്ലെ. അപ്പൊ ഈ ഒപ്പാരിൻ ഹാൽഡേൻ പരികൽപ്പനയിൽ, അതായത് രാസപരിണാമ സിദ്ധാന്തത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ഈ യൂറേ, മില്ലർ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിലൂടെ ഈ കാര്യങ്ങൾ തെളിഞ്ഞതോടുകൂടി അവരുടെ ആ രാസപരിണാമ സിദ്ധാന്തത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു. സൂചകങ്ങൾ നോക്കാം. ആദിമ ഭൂമിയിലെ അന്തരീക്ഷവും ഗ്ലാസ് ഫ്ലാസ്കിലെ രാസഘടകങ്ങളും. ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, അമോണിയ, നീരാവി, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ വാതകങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ഗ്ലാസ് ഫ്ലാസ്കിലോ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള മീഥേൻ, അമോണിയ, നീരാവി എന്നിവ ഉണ്ടായിരുന്നു. രാസപ്രവർത്തന ശേഷം രൂപപ്പെട്ട ജൈവ കണികകൾ ഏതാണ്? അമിനോ ആസിഡുകളാണ് അല്ലെ. അപ്പോ ആദ്യം ഒരു കോശം ഉണ്ടായി അല്ലെ. ഒരുപാട് രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഒരു കോശം ഉണ്ടായി. അതിൽ നിന്നാണ് പിന്നീട് മറ്റു ജീവജാലങ്ങളെല്ലാം പരിണമിച്ചു വരുന്നത്. അപ്പോൾ അവയുടെ പരിണാമത്തെ നമ്മൾ ഇങ്ങനെ ഒരു പട്ടികയുടെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ അതിനെ കാലഗണന പട്ടിക എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഏതെല്ലാം ജീവികളാണ് ആവിർഭവിച്ചിട്ടുള്ളത് എന്നാണ് ഈ കാലഗണന പട്ടികയിൽ പറയുന്നത്. അപ്പൊ ആദ്യം ഒരുപാട് രാസപ്രവർത്തനങ്ങളുടെ ഫലമായാണ്
ആദിമകോശം ഉണ്ടാവുന്നത് ജൈവ സംയുക്തങ്ങളിൽ നിന്നും എന്ത് രൂപപ്പെടുന്നു? ആദിമകോശം രൂപപ്പെടുന്നു. ഈ ആദിമകോശം രൂപപ്പെടുന്നത് ഏകദേശം 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഭൂമിയിൽ ജീവൻ ഉത്ഭവിക്കുന്നത് ഏകദേശം 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം ഈ ആദിമകോശത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ച് പ്രോകാരിയോട്ടുകൾ ഉണ്ടാവുന്നു. പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള മർമ്മമൊന്നും കാണാത്ത കോശങ്ങളാണ്. അപ്പോൾ ഒരു ആവരണത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള മർമ്മവും മറ്റു കോശാംഗങ്ങളും ഒന്നും കാണാത്ത കോശങ്ങളാണ് ഈ പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോ 3500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്ത് രൂപപ്പെട്ടു? ഈ പ്രോകാരിയോട്ടുകൾ രൂപപ്പെട്ടു. അതിനുശേഷം ഈ പ്രോകാരിയോട്ടുകളിൽ നിന്ന് യൂകാരിയോട്ടുകൾ ഉത്ഭവിക്കുകയാണ് ഉണ്ടായത്. യൂകാരിയോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ സ്ഥലത്താൽ ആവരണം ചെയ്തിട്ടുള്ള മർമ്മവും മറ്റു കോശാംഗങ്ങളും കാണുന്നുണ്ട്. ഏകദേശം 1500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് യൂകാരിയോട്ടുകളുടെ ഉത്ഭവം. പിന്നീട് ഈ യൂകാരിയോട്ടുകൾ കൂടിച്ചേർന്ന് കോളനി ആയി മാറുന്നുണ്ട്. അതായത് അവ ഒരുമിച്ച് ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നു. പിന്നീട് ഇത്തരത്തിലുള്ള കോളനികളിൽ നിന്നാണ് ബഹുകോശ ജീവികൾ ആവിർഭവിച്ചു വരുന്നത്. ഏകദേശം 1000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ബഹുകോശ ജീവികൾ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ സംഭവിച്ചാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള വ്യത്യസ്ത ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത്. സൂചകങ്ങൾ നോക്കാം. ആദിമകോശം 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ആദിമകോശം രൂപപ്പെടുന്നത് അല്ലെ? പ്രോകാരിയോട്ടുകളോ 3500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് പ്രോകാരിയോട്ടുകൾ ഉത്ഭവിച്ചത്. യൂകാരിയോട്ടുകളുടെ ഉത്ഭവം 1500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് യൂകാരിയോട്ടുകൾ ഉത്ഭവിച്ചു വന്നു. ബഹുകോശ ജീവികളോ? ഈ യൂകാരിയോട്ടുകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് കോളനികൾ ഉണ്ടാവുന്നു അല്ലെ? പിന്നീട് അതിൽ നിന്നും ബഹുകോശ ജീവികൾ ആവിർഭവിച്ചു വരുന്നു ഏകദേശം 1000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രത്തില് എപ്പോഴും ഓരോ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഈ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ ലഭിക്കുന്ന തെളിവുകളെ അടിസ്ഥാനമാക്കിയാണ് ഓരോ നിഗമനത്തിലും എത്തിച്ചേരുന്നത്. ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടായത് എങ്ങനെയാണ്, അതുപോലെ തന്നെ പരിണാമം സംഭവിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ മനുഷ്യൻ ഉണ്ടാവുന്നതിന് മുമ്പേ സംഭവിച്ച കാര്യങ്ങളാണ് അല്ലെ? മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തന്നെ ശാസ്ത്രവുമുണ്ട്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുഷ്യൻ ഉണ്ടാവുന്നതിന് മുമ്പ് സംഭവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ തെളിവുകൾ അതിനായിട്ട് നിർത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കൃത്യമായ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ രണ്ട് കാര്യത്തില് വീണ്ടും വീണ്ടും പുതിയ സിദ്ധാന്തങ്ങൾ വന്നേക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച രാസപരിണാമ സിദ്ധാന്തത്തിനേക്കാൾ കൂടുതലായി ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് എങ്ങനെയാണ് എന്ന് പറയുന്ന പുതിയ ഒരു സിദ്ധാന്തം ആവിർഭവിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ അത് വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നു. കൂടുതൽ തെളിവുകളോടും കൂടുതൽ പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മറ്റൊരു തിയറി വരികയാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ പൊതുവെ സയൻസിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപക്ഷെ പഴയ കണ്ടുപിടുത്തങ്ങൾ നിരാകരിക്കേണ്ടതായിട്ട് വരാം. അതിൽ തെറ്റുകൾ മനസ്സിലാക്കി പുതിയതിലേക്ക് മാറേണ്ടതായിട്ട് വരാം. അപ്പോൾ ഇവിടെ ഈ രണ്ട് സംഭവങ്ങളും ജീവൻ ഉണ്ടായതും ജീവികൾ പരിണമിച്ചു വന്ന ആ ജീവപരിണാമവും മനുഷ്യൻ ഉണ്ടാവുന്നതിന് മുമ്പ് സംഭവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് നടന്ന കാര്യങ്ങൾ ഇതാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. കൃത്യമായ തെളിവുകൾ നമുക്ക് ഒരിക്കലും ലഭ്യമാകുന്നില്ല അല്ലെ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളിൽ പുതിയ പുതിയ പഠനങ്ങൾ നടക്കുന്നതിനനുസരിച്ച് പുതിയ സിദ്ധാന്തങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷെ പൊതുവെ ശാസ്ത്രം അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനും ഈ മാറ്റങ്ങളെ തിരിച്ചറിയാനും ഒക്കെ ശാസ്ത്രത്തിന് കഴിയുന്നുണ്ട്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. രാസപരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് പറഞ്ഞു, യൂറി മില്ലർ പരീക്ഷണത്തെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ കാലഗണന പട്ടിക പറഞ്ഞു, പിന്നെ പാൻസ്പെർമിയ പരികല്പന പറഞ്ഞു അല്ലെ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്